ഈ ഒരു 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി PSC എന്തായിരുന്നാലും പറ്റും. 100% ഞാൻ ഗ്യാരണ്ടി തരും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ടഫാണ് എന്ന് അറിയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു 2ാം റാങ്കും 5ാം റാങ്കും ഒരുപാട് ലിസ്റ്റുകളൊക്കെ വന്നിട്ട് ചെറിയ നേട്ടാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ കാലം നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ഹൈവേ ഉണ്ടാകുമ്പോൾ നമ്മൾ കട്ട റോഡിന് പോകേണ്ട ഒരു ആവശ്യമില്ല. KKPP കിട്ടി പോയാൽ പോയി. ആ ഒരു ഉറപ്പ് മനസ്സിന് കിട്ടുമ്പോൾ ഒരു ട്രെയിന് അതിന് പോകണമെങ്കിൽ കൃത്യമായിട്ടൊരു പാളുണ്ടാവും, മുക്കുണ്ടാവും. ഈ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പോണേ അയാൾക്ക് എവിടുന്നൊക്കെയാണ് മീൻ കിട്ടുക എന്നുള്ളതും ഏറ്റവും കൂടുതൽ ഏത് ഏരിയയിൽ നിന്നാണ് കിട്ടുക. ഒരു മാസമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഏകദേശം 10,000 അറൌണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ നല്ല വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ആരെങ്കിലും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഈ ഒരു 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി PSC എന്തായിരുന്നാലും പറ്റും. 100% ഞാൻ ഗ്യാരണ്ടി തരും. കാരണം ഞാൻ ഒരു 2021 സമയത്ത് അതിന്റെ 21 ലാസ്റ്റ് മന്തിലെ ഏതോ ഒരു മാസമാണ് എക്സാം നടക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ PSC പരീക്ഷ എഴുതാൻ പോകുന്ന സമയമാണ്. ഒരു പ്രിപ്പറേഷനും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി എഴുതുക പോരുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോയതാണ്. ഏതായാലും അപേക്ഷിച്ചില്ലേ. അതുകൊണ്ട് അന്ന് പാലക്കാടാണ് എക്സാം ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സാം സെന്ററിൽ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞു പോന്നു. അന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് PSC കൂടുതൽ പരീക്ഷിക്കണത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാരണം ക്വസ്റ്റ്യന് ടഫാണോ എളുപ്പമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാഥമിക നോളജ് പോലും PSCയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു നല്ല ടഫാണ് പരീക്ഷ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2022-23 കാലഘട്ടം അങ്ങനെയൊക്കെ ആ ഒരു സമയമായപ്പോൾ എനിക്ക് തോന്നി PSC ഇപ്പോൾ നമ്മൾ വലിയൊരു ഹൈ ലെവല് റിച്ച് ലൈഫ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നുകൊണ്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരു 2ാം റാങ്കും 5ാം റാങ്കും ഒരുപാട് ലിസ്റ്റുകളിലൊക്കെ വന്നിട്ട് ചെറിയ നേട്ടാണെങ്കിൽ പോലും നമുക്കതിലൊരു ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇതിനൊരുങ്ങേണ്ട കാര്യങ്ങൾ. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവനോട് കാര്യം സാധാരണ ചോദിക്കലുള്ളത്. കാരണം അത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഞാൻ ശരാശരി ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലാതെ നന്നായിട്ട് പഠിച്ച് ഭയങ്കരമായിട്ട് ജഗപൊക്കെ ആക്കിയിട്ടുള്ള ഒരാളായിരുന്നു. വളരെ ശരാശരിയിൽ നിന്നും നമ്മൾ തുടങ്ങിയ ഒരു ആളെന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ചുരുങ്ങിയ കാലം നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലം പഠിച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും നല്ല റോഡിലൂടെ നമ്മൾ പറയല്ലോ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാകുമ്പോൾ നമ്മൾ കട്ട റോഡിന് പോകേണ്ട ഒരു ആവശ്യമില്ല. നല്ല രീതിയിൽ ഇപ്പൊ ഈ ഒരു 5 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങൾക്ക് PSC എക്സാമിൽ വിജയിക്കാൻ കഴിയും. ഈ 5 കാര്യങ്ങൾ എന്നെ ബന്ധപ്പെട്ട ഇത് കാണുന്ന എല്ലാവരും ജസ്റ്റ് ആവശ്യമുള്ള ആളുകൾ അത് ചെയ്തെടുത്താലും തിരക്കടില്ല. അത് ഒന്നാമത്തെ കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സിലബസ് ഓറിയന്റഡ് സ്റ്റഡി. അഥവാ സിലബസ് നന്നായിട്ട് നല്ല പക്കയായിട്ട് സിലബസ് ഒന്നും ഇങ്ങനെ ജസ്റ്റ് പ്രിന്റ് എടുത്തിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നുണ്ടാവണം. അഥവാ നമ്മൾ ഏത് ഭാഗങ്ങൾ എങ്ങനെ പഠിക്കണം എന്ത് രീതിയിൽ എന്നൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ്. കാരണം എവിടുന്നും PSC നമുക്കറിയാം, എവിടുന്നും ക്വസ്റ്റ്യൻ വരാം, എങ്ങനെയും വരാം. ഒരു ട്രെയിന് അതിന് പോകണമെങ്കിൽ കൃത്യമായിട്ടൊരു പാളുണ്ടാവും. ആ പാളത്തിലൂടെ പോയെങ്കിൽ മാത്രമേ ആ ട്രെയിന് ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. ഒന്ന് പാളം മാറിയാൽ സ്വാഭാവികമായിട്ടും അത് തകർന്നു പോകും. അതേപോലെ തന്നെയാണ് സിലബസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 1, 2, 3 ഇതുപോലെ 2, 3 കോപ്പി കയ്യിലുണ്ടെങ്കിലും തിരക്കടില്ല. നമുക്ക് നമ്മൾ ഓരോ ഏരിയ കഴിയുമ്പോഴും അതിൽ ഫസ്റ്റ് വട്ടം റിവിഷൻ ചെയ്യുമ്പോൾ 1 എന്നിടാം, 2ാമത്തെ റിവിഷൻ ആകുമ്പോൾ 2 എന്നിടാം, പിന്നെ 3 റിവിഷൻ ചെയ്യൽ എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യം സിലബസ് ഓറിയന്റഡ് സ്റ്റഡി. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക, അത് ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഒരുപാട് ജഗപൊകയായിട്ട് പഠിക്കണമെന്നില്ല. ആ സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ സിലബസിൽ കൂടുതൽ കാര്യങ്ങൾ എവിടുന്ന് വരും, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ ടൈപ്പ്, എവിടുന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. PYQ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. എസ്പെഷ്യലി ഒരു 3-4 വർഷത്തെങ്കിലും നമ്മൾ ഏത് പരീക്ഷക്കാണോ പോകുന്നത് ആ പരീക്ഷയുടെയെങ്കിലും ഡിഗ്രി പ്രിലിംസ് ആവാം, 10th പ്രിലിംസ് ആവാം, അല്ലെങ്കിൽ മെയിൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും
LP UP ഹൈസ്കൂൾ ഏത് സബ്ജക്റ്റ് ആണ്, ഏത് സബ്ജക്റ്റ് എടുത്താൽ അല്ലെങ്കിൽ SAയോ ഏത് ടെസ്റ്റിനാണെങ്കിലും ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ PYQകൾ നോക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മീൻ പിടിക്കാൻ പോവാണ്, മത്സ്യം കടലിൽ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള മുക്കുവന്, അവിടെ സ്ഥിരമായിട്ട് പോയിരുന്ന മുക്കുവൻ ഉണ്ടാവും ഈ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പോണേ. അയാൾക്ക് എവിടുന്നൊക്കെയാണ് മീൻ കിട്ടുക എന്നുള്ളതും ഏറ്റവും കൂടുതൽ ഏത് ഏരിയയിൽ നിന്നാണ് കിട്ടുക എന്നുള്ളതും എത്ര പെട്ടെന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാന്നുള്ളതൊക്കെ അയാൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും. നേരെ മറിച്ച് പുതുമുഖമായ ഒരാൾ ചെന്നിട്ട് എവിടെയെങ്കിലും മുങ്ങി തപ്പി അങ്ങനെ ഉണ്ടായാലും ഒരിക്കലും എന്താവില്ല, മീന് അത്ര പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അത്ര രീതിയിൽ കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ, ഞാൻ മനസ്സിലാക്കിയതിന്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ PSC എവിടുന്ന് ക്വസ്റ്റ്യൻ ഇടുന്നു എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യന്റെ ടൈപ്പ് എങ്ങനെ മാറ്റി ചോദിച്ചാലും, സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഏത് ഏരിയകളാണ് കൂടുതൽ ടച്ച് ചെയ്യുക ആ ഏരിയ നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ആദ്യം നമ്മളിങ്ങനെ കുറെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ എടുത്ത ടൈപ്പ് എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് തന്നെ പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് സ്വയം ഒരു ആർജിച്ചെടുക്കാൻ കഴിയും ഇത്. അഥവാ PYQ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീടിനൊക്കെ ഇപ്പോൾ തറ പോലെയാണ്. ആ തറ നല്ല സൂപ്പറായിട്ട് ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ കെട്ടിടം ബിൽഡിങ് അടിപൊളിയായിട്ട് അവിടെ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ പാളിപ്പോവും. അതേപോലെയാണ് PYQ. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നെല്ലും പതിരും വേർതിരിച്ചു പറഞ്ഞ പോലെ ഒരു കടലാണ് സിലബസ് ഉണ്ടാവുക. ആ കടലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മീനുകൾ മാത്രം എവിടുന്ന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഒന്ന് സിലബസ്, 2 PYQ നന്നായിട്ട് അനലൈസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ വീക്ക്നെസ്സും അതേപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പല അക്കാഡമി അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ ഒരുപാട് ടൈം ടേബിൾ നമുക്ക് കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് കാര്യമില്ല. നമ്മുടെ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ മരുന്ന് കുടിക്കുക സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് നമുക്ക് ഏതാണോ വീക്ക് ഏരിയ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു ഫോക്കസ് ഉണ്ടാവും. അതേപോലെ നമുക്ക് സ്ട്രെങ്ത് ഏരിയ ഉണ്ടാവും, അവിടുന്ന് ഒരു മാർക്കും മിസ്സാവാതിരിക്കാൻ നമ്മൾ കൊടുക്കേണ്ട ഒരു ഫോക്കസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മാത്രമാണ് നമ്മളെ കാര്യം അറിയാം. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഓരോ കാര്യങ്ങളാക്കി ഒരു നോട്ട് ബുക്ക് തന്നെ ഉണ്ടായാലും പ്രശ്നമില്ല. അതിൽ കൃത്യമായിട്ട് ഡേറ്റ് ഇട്ട് അപ്പോൾ നമുക്ക് ഒരു വട്ടം റിവിഷൻ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താവും മനസ്സിലാവും. അതിലൂടെ വീക്കെൻഡിൽ, എല്ലാ വീക്കെൻഡിലും നമ്മളിത് ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിട്ട് പോയത് പറ്റില്ല. വീക്കെൻഡിൽ വളരെ കൃത്യമായിട്ട് ആ ആഴ്ച എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ടോട്ടൽ അസസ്മെന്റ് ചെയ്യണം, നല്ലതാണ്. അതുപോലെ തന്നെ ആ മന്ത്ലി ആയിട്ട് നമ്മളൊന്ന് അസസ്മെന്റ് ചെയ്യണത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മോക്ക് ടെസ്റ്റ് എവിടുന്ന് കിട്ടുന്നുണ്ടോ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ OMRന്റെ ഷീറ്റ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്നായിട്ട് കുറച്ച് കോപ്പി എടുത്ത് വെച്ചാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിങ്ങനെ PYQ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മളിങ്ങനെ എക്സാം എഴുതണ മോഡിൽ തന്നെ നമുക്ക് ആ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ ആ OMRൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് വളരെ സുഖീകരം. കാരണം നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1.5 മണിക്കൂർ 1.25 മണിക്കൂറിന്റെ ഇടയിൽ നമുക്കിത് മൊത്തം കവർ ചെയ്യണ്ടേ. 100 ക്വസ്റ്റ്യൻ കവർ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യന് നമുക്ക് ആ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ 100% സാധിക്കും. മാത്രമല്ല നെഗറ്റീവ് വലിയൊരു വെല്ലുവിളിയാണ് നമുക്ക്. നെഗറ്റീവ് അടിക്കാൻ മാർക്ക് കുറയാലോ, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അടിക്കാതിരിക്കാനും നമുക്കിത് കൂടുതൽ ഉപകാരപ്രദമാവും. അപ്പൊ OMRൽ നിങ്ങൾ നന്നായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ OMRന്റെ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ടേബിളും കൂടി അതിനോടൊപ്പം നിങ്ങൾ അതിൽ ചേർത്ത് വെക്കണമെന്ന് അഡീഷണൽ ആയിട്ട് ഞാൻ ചൂണ്ടിച്ചേർക്കുകയാണ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ തുടർച്ചയായ പഠനം. നിങ്ങൾക്കൊരു ദിവസം അരമണിക്കൂറാണ് ഇതിന് കൊടുക്കാൻ പറ്റുക എന്ന് കരുതുക. അരമണിക്കൂറാണ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അരമണിക്കൂർ കൊടുത്ത് അങ്ങനെ മാനേജ് ചെയ്ത് പോകുക. അഥവാ ഒരാഴ്ചയിൽ ലാസ്റ്റ് ഒരു ദിവസം നിന്നിട്ട് ഫുൾ ഇരുന്ന് പഠിക്കുക, പിന്നെ അത് അടുത്ത ആഴ്ച ഞായറാഴ്ച ഫുള്ള് ഇരുന്ന് പഠിക്കുക. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ദിവസം അരമണിക്കൂറാണോ കൊടുക്കാൻ കഴിയുക, അരമണിക്കൂർ എല്ലാ ദിവസവും കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ടച്ച് വിടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ കോഡുകൾ ഇട്ടിട്ട് പഠിക്കുക. നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മറവി ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവണതാണ്. റിവിഷൻ ചെയ്ത് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ കോഡുകൾ വെച്ച് പഠിച്ചാൽ നമ്മൾ മാക്സിമം നമ്മളെ മനസ്സിലുണ്ടാവും. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്ന കാലക്രമങ്ങൾ, അതുപോലെ ആരൊക്കെയാണ് ആദ്യം വന്നത് നോക്കുന്നത് നമ്മളിങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പഠിക്കാറുണ്ട്. അതിലിപ്പോ ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ പി ഡി ബീഫ് എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. പി ഡി ബീഫ് എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്,
2 ഡി എന്നുള്ളതിന് ഡച്ച്, ബി എന്നുള്ളത് ബ്രിട്ടൻ, ഫ ഫ്രഞ്ച്. ഇത് ഇങ്ങനെ 1498 പോർച്ചുഗീസുകാർ വന്നു. അവസാനം 1668 ഫ്രഞ്ചുകാർ വന്നു. ഇത് ഈ ഒരു ഓർഡറിൽ നമുക്ക് PDB എവിടെ എപ്പോ ചോദിച്ചാലും നമുക്ക് എന്താവും കിട്ടും. അതേപോലെ എല്ലാത്തിനും നമുക്കൊരു ചെറിയ അതിലിപ്പോ സയൻസിനായിരുന്നാലും അതുപോലെ സോഷ്യൽ ബേസുള്ള റിനൈസൻസ് ലീഡേഴ്സിന്റെ കാര്യങ്ങളായിരുന്നാലും ബാക്കി എന്ത് കാര്യങ്ങൾക്കാണ് വർഷങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കാണെങ്കിലും അങ്ങനെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒക്കെ നമുക്ക് കോഡ് വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളുടേതായിട്ടുള്ള കോഡും അല്ലെങ്കിൽ പൊതുവായിട്ട് കിട്ടുന്ന കോഡുകളൊക്കെ ഉപയോഗപ്പെടുത്താം. നമ്മൾ കോഡ് ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ ഒന്നുകൂടെ നമുക്ക് എന്താവും ആ എക്സാം ടൈമിൽ ആ കോഡ് നമ്മുടെ മനസ്സിലേക്ക് സിമ്പിൾ ആയിട്ട് കടന്നു വരും. അത് നമ്മളെ സഹായിക്കും. അപ്പൊ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5ാമത്തെ കാര്യം ഫ്രീ മൈൻഡ് ആയിരിക്കണം. നമ്മൾ നല്ല ഫ്രീ ആയിട്ട് തന്നെ എപ്പോഴും എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ടെൻഷൻസ് വേണ്ട. നമ്മൾ മാക്സിമം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രൈ ചെയ്തു, നമ്മൾ പരിശ്രമിച്ചു. പിന്നെ എക്സാം പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ കരുതണം, KKPP കിട്ടി പോയാൽ പോയി. ആ ഒരു ഉറപ്പ് മനസ്സിന് കിട്ടുമ്പോൾ നമുക്ക് പരീക്ഷ ചെയ്താൽ ഒന്നുകൂടി, നിന്റെ ഒരു അനുഭവമാണ്, ഒന്നുകൂടി സ്ട്രെങ്ത് ആവും. നമുക്കൊരു ശക്തി വരുന്ന പോലെ തോന്നും. കാരണം നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം. മറ്റേ നമുക്കൊരു ടെൻഷനേക്കാരം, ആകെപ്പാടെ ഒരു വേദന. നമുക്ക് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെന്താവും ആകെ ബ്ലാങ്ക് ആവില്ല. അതേപോലെ പരീക്ഷ പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആയി ആ എക്സാം ഹാളിൽ കയറിയിട്ട് സൈനൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേടി ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ ആകെ ബ്ലാങ്ക് ആവും. നമുക്കൊന്നും പെർഫോം ചെയ്യാൻ കഴിയില്ല. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, നമ്മളെ ഒപ്പം ഇതായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പക്ഷെ ഈ 5 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക്. പിന്നെ ഈ അടുത്ത് ലാസ്റ്റ് എക്സാമിന് പോയപ്പോഴൊക്കെ എന്റെ കൂട്ടുകാരന് അന്ന് ഇതൊക്കെ എടുത്ത് വെച്ചു, ഹാൾ ടിക്കറ്റ് ഇതൊക്കെ വെച്ചു. പക്ഷെ അവന്റെ ഐഡന്റിറ്റി കാർഡ് എന്തായില്ല, എടുക്കാൻ മറന്നു. രാവിലെ തെരഞ്ഞു നോക്കിയപ്പോ ഐഡന്റിറ്റി കാർഡ് കാണാനുമില്ല. പെട്ടെന്ന് അവനെ SLC ബുക്ക് എടുത്തിട്ട് പിന്നെ പരീക്ഷ ആൾക്ക് വന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും അതൊരു പ്രൂഫ് അല്ല എന്നുള്ള രീതിയിൽ അവൻ എഴുതാൻ അനുവദിച്ചില്ല. വിലപ്പെട്ട ഒരു പരീക്ഷ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പരീക്ഷ നമ്മുടെ ടെസ്റ്റാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാനും ജോലി കിട്ടാനും ഒക്കെ സഹായകമായ രീതിയിൽ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ഈ 5 കാര്യങ്ങൾ, 1 സിലബസ് ഓറിയന്റഡ് സ്റ്റഡി, 2 PYQ നന്നായിട്ട് അനലൈസ് ചെയ്യുക, 3 ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, നമ്മളുടെ എങ്ങനെയാണോ സ്ട്രെങ്ത് വീക്ക്നെസ് അതുപോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, 4 കൺസിസ്റ്റന്റ് സ്റ്റഡി, നമ്മൾ സ്ഥിരമായിട്ട് എത്ര മണിക്കൂറാണ് കൊടുക്കാൻ പറ്റുന്നത് അത്ര മണിക്കൂർ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 5ാമത്തത് നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ എക്സാം ഒന്നുകൂടി സുഖമായിട്ട് മാറും. ഏതായിരുന്നാലും നന്നായിട്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഷുവറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.